നമസ്കാരം കൂട്ടുകാരെ, ഡിജിറ്റൽ ഐഡിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മള് കൂട്ടുകാർക്ക് മുന്നിൽ ഒരു 5.1 റീവർക്ക് കഴിഞ്ഞ ഒരു ആംപ്ലിഫയർ ആണ് ഞാൻ കൂട്ടുകാർക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ആംപ്ലിഫയർ നമുക്കിവിടെ റീവർക്ക് വന്നൊരായിട്ടായിരുന്നു. അപ്പൊ അതിന് നമ്മൾ ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്ത് നമ്മുടേതായ രീതിയിൽ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു അടിപൊളി 5.1 ഡോൾബി DTS ആംപ്ലിഫയർ ആണ് ഇന്ന് ഞാൻ കൂട്ടുകാരെ കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് ഫോളോ ചെയ്യാം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് കാണാനും അതുപോലെ കൂടുതൽ കാര്യങ്ങൾ അറിയാനൊക്കെ ആയിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഈ ആമ്പിൻ്റെ വീഡിയോയിലേക്ക് പോവാം. ഇത് നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് നമുക്ക് ഈ ആംപ്ലിഫയർ റീവർക്കിന് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഹെവി ആയിട്ടുള്ള ഒരു ആമ്പ് തന്നെയായിരുന്നു. അപ്പം അതിനെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് പൊളിച്ച് നമ്മുടേതായ രീതിയിൽ ഇപ്പോഴത്തെ ഒരു അപ്ഡേഷനിലേക്ക് ഈ ആമ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ക റീവർക്കാണ് ഈ ഒരു ആംപ്ലിഫയർ. അപ്പം നേരെ നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടേജിലേക്ക് വരാം. ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടേജിൽ നമ്മൾ ഒരു ബ്ലാക്ക് മാറ്റിൽ ഒരു ഗ്ലാസ് ടൈപ്പ് കോമ്പോയിൽ വരുന്ന ഒരു അടിപൊളി അക്രലിക്കാണ് നമ്മളിവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ഈ മോഡൽ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിൽ തന്നെ ഗ്ലാസ് പോർഷൻ കുറച്ചുകൂടി വലിപ്പം കൂട്ടിയിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു ഐറ്റം. ഇവിടെ നമ്മൾ നമ്മുടെ നെയിമും ഇവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫസ്റ്റ് കൺട്രോളായിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സബിന്റെ കൺട്രോളാണ്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ USB കണക്ടിവിറ്റി വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ബ്ലൂടൂത്ത് DTS ഡോൾബി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ DTS ഡോൾബി ഒക്കെ എടുക്കുന്ന ഒരു കിറ്റ് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇമ്രാനിക്സിന്റെ ഡോൾബി DTS വരുന്ന DSP കിറ്റാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതിന്റെ ഡിസ്പ്ലേ തന്നെ ഏകദേശം ഇവിടെ തൊട്ട് ഈ അറ്റം വരെ വലിപ്പം ഉണ്ടാവും. അത് ഓണാക്കുമ്പോൾ ഞാൻ കൂട്ടുകാരെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളതൊക്കെ. പിന്നെ ഇവിടെ അടുത്തതായിട്ട് നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എൻകോഡറാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ പവർ സ്വിച്ച് വരുന്നത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആംപ്ലിഫയറിന്റെ ഫ്രണ്ടേജിൽ വരുന്നത്. ഇനി നമുക്ക് ആംപ്ലിഫയറിന്റെ ബാക്ക് സൈഡ് ഒന്ന് കാണാം. ആംപ്ലിഫയറിന്റെ ബാക്ക് സൈഡിലും നമ്മളൊരു അക്രലിക് ചെയ്തിട്ടുണ്ട്. ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു അക്രലിക്കാണ് നമ്മൾ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ടോട്ടലായിട്ടുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് വരാം. ഇവിടെ നമ്മൾ നമ്മുടെ AC പ്ലഗിങ് ടൈപ്പാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ തന്നെ ഫ്യൂസ് വരുന്ന ഒരു ടൈപ്പ് ഫോൾഡറാണ് നമ്മൾ ഈ വട്ടം ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ സ്പീക്കർ ഔട്ടിന് ഫുള്ളും നമ്മൾ ഗോൾഡൻ ടൈപ്പ് ബനാന സോക്കറ്റുകളാണ് ഫുള്ള് നമ്മളോട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ആദ്യം ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സെൻറ്റർ, സബൂഫർ, ഇങ്ങനെയാണ് നമ്മുടെ സ്പീക്കർ ഔട്ട് വരുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ നെയിമോടെ നമ്മൾ ഇതിലും ലേബൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മളൊരു കൂളർ ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇത് എയർ, ഉള്ളിലുള്ള എയർ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ ഈ കൂളർ ഫാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡീകോഡർ നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് 2 ഓക്സ് വരുന്നുണ്ട്. അതിന്റെ ലെഫ്റ്റ് റൈറ്റ് ആണ് ഈ വരുന്നത്. ഓക്സ് 1, ഇത് ഓക്സ് 2. പിന്നെ ഇതിൽ 2 കോയാക്സിൽ ഇൻപുട്ട് വരുന്നുണ്ട്. ഇത് കോയാക്സിൽ 1, ഇതിൽ കോയാക്സിൽ 2. പിന്നെ ഇവിടെ ഒരു ഒപ്റ്റിക്കൽ ഇൻപുട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ HDMI ARC ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആംപ്ലിഫയറിന്റെ ബാക്ക് സൈഡിൽ വരുന്നത്. പിന്നെ ഈ ആമ്പിന് നമ്മൾ ഫുള്ളായിട്ട് 4 ഗോൾഡൻ ബുഷും നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് ഈ മാറ്റിലിരിക്കണ കാരണം നമ്മൾ കാണാത്തതാണ്. ഇനി നമുക്ക് നേരെ ആംപ്ലിഫയറിന്റെ ഇൻസൈഡിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആംപ്ലിഫയറിന്റെ ഫുള്ളായിട്ടുള്ള ഒരു ഇൻസൈഡ് വ്യൂ ഒന്ന് കാണാം. ഇതേപോലെയാണ് ഇപ്പോൾ നമ്മൾ ആംപ്ലിഫയർ ഫുള്ളായിട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ആംപ്ലിഫയർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇതിന്റെ മെയിനായിട്ട് ഇതിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റിമോട്ട് കിറ്റ് കംപ്ലൈന്റ് ആയിരുന്നു. ഈ ആമ്പ്, അതായത് ഇതിന് മുന്നുണ്ടായിരുന്ന ആമ്പ്, നമ്മൾ കേസൊക്കെ മാറിയിട്ടുണ്ട്. ഇതിപ്പോ 15 ഇഞ്ച് ബാക്ക് ഡെപ്ത് ഉള്ള കേസിലാണ് നമ്മളിപ്പോ ഈ ഒരു ആമ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ മുന്നുണ്ടായിരുന്ന ആംപ്ലിഫയറിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ട്, സ്പീക്കർ പ്രൊട്ടക്ഷൻ, അതേപോലെ തന്നെ പവർ സപ്ലൈ, പിന്നെ ഈ 3 ചാനലിന് ഈ ഒരു ബോർഡാണ് നമ്മൾ അതിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഇതിന്റെ പഴയ ആമ്പിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. ഇതിൽ മെയിനായിട്ട് ഇതിന്റെ മുന്നത്തെ ആമ്പില് കസ്റ്റമർ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിഫയർ നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ നോയ്സ്, ഹമ്മ് കാര്യങ്ങളൊന്നും ഉണ്ടാവരുന്നതാണ് നമ്മുടെ അടുത്ത ആള് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മുന്നത്തെ ആമ്പില് പുള്ളിക്ക് ഒരു 30ക്ക് മുകളിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ
പിന്നെ ആംപ്ലിഫയർ നോയ്സ് ആണ്. അപ്പൊ നമ്മുടെ കുറെ കൂട്ടുകാർ നമ്മുടെ വീഡിയോയിലൊക്കെ വന്നിട്ട് വയറിങ് വയറിങ് എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പൊ വയറിങ് ഒത്തിരി ഭംഗിയില് സ്ലീവ് അടിച്ച് നല്ല കുട്ടപ്പനാക്കി കൊണ്ടുപോകലല്ല കാര്യം. നമ്മളെങ്ങനെ പ്രോപ്പറായി എവിടെയൊക്കെ കൊടുക്കുന്നു എന്നുള്ളതിലാണ് ഇതിന്റെ കാര്യം. അതിന് നമ്മൾ കുറെ വട്ടമൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു നോക്കേണ്ടി വരും. ഓരോ ആംപ്ലിഫയറും നമുക്ക് പല പല രീതിയിൽ ചെയ്യുമ്പോഴാണ് അതിന്റെ ഔട്ട്പുട്ട് മാറാം. അല്ലാണ്ട് ഒരേ പാറ്റേണിൽ നമുക്ക് ഒരിക്കലും സാധനങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ വയറിങ് ഒക്കെ ഒതുക്കി തന്നെയാണ് ചെയ്യണത്. പിന്നെ നമ്മുടെ ആംപ്ലിഫയറിൽ നിങ്ങൾ ഫുള്ള് ഒളി ഇട്ടാലും നോയ്സ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. പക്ക സൈലന്റ് ആകുമ്പോയിരിക്കും. നിങ്ങൾക്ക് സ്പീക്കർ ഞാൻ അടുത്ത് വെച്ചിട്ട് തന്നെ കേൾപ്പിച്ചു തരാം ഇതിനകത്ത് നോയ്സ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പൊ പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു വലിയ കംപ്ലൈന്റ് ആണ്. ഇപ്പൊ എല്ലാവരും ഓർഡർ എടുക്കണവരെന്നെ നമ്മുടെ അടുത്ത് ചോദിക്കണ ഒരു കാര്യമാണ്, റിമോട്ട് കിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ ക്ലാരിറ്റി കുറയുന്നുണ്ടോ, നോയ്സ് വരുന്നുണ്ടോ, ഹമ്മ് പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ചെയ്തെടുക്കണു എന്നുള്ളതിൽ തന്നെയാണ് ഇതിന്റെ കാര്യം കിടക്കുന്നത്. ഏതൊരു റിമോട്ട് കിറ്റ് ആയാലും അതിനൊക്കെ പലതിനും പല ടോണും കാര്യങ്ങളാണ്. അപ്പൊ അതിനനുസരിച്ചൊക്കെ നമ്മൾ പവർ ആമ്പിലൊക്കെ മാറ്റം വരുത്തേണ്ടി വരും. അപ്പോ അത് അതിനനുസരിച്ചിട്ടാണ് ഓഡിയോ ഔട്ട്പുട്ട് മാറുന്നതും അതേപോലെ തന്നെ നോയ്സ് കയറുന്നത്, ഹമ്മ് വരുന്നത് എന്നൊക്കെ പറയണതൊക്കെ അതിന്റെ ഇഷ്യൂസ് ആണ്. പിന്നെ വേറൊരു വലിയൊരു സംഭവമാണ് ഇപ്പൊ ഇതിന്റെ വോളിയം കൺട്രോൾ ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FR3611 ആണ്. ഇതിപ്പോ ഒത്തിരി കംപ്ലൈന്റ് പറയുന്ന ഒരു ഐ സി ആണ്. ഒരുപാട് പേര് പറയുന്നത് അതിന് ഭയങ്കര പ്രശ്നങ്ങളാണ്, ഒട്ടും ക്ലാരിറ്റിയില്, ഭയങ്കര നോയ്സ് ആണ്, ആംപ്ലിഫയർ എടുക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് വിളിച്ചു ചോദിക്കണവർ തന്നെ ഈ നമ്പർ ഉള്ളതാണോ എന്നാ പിന്നെ വേണ്ട എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏത് ഇതിലുള്ളതെന്നല്ല മെയിൻ കാര്യം, നമ്മൾ അതിൽ നിന്ന് ഓഡിയോ ഔട്ട്പുട്ട് കൃത്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ നോക്കാം. അതില് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ സെറ്റ് ആവും, വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ആംപ്ലിഫയറിൽ നോയ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, പക്ക സൈലന്റ് ആകുമ്പോഴാണ്. ആകെ കൂടി ഈ ഒരു ഫാൻ കറങ്ങണ സൗണ്ട് മാത്രമാണ് ഈ ആംബിനകത്ത് ഉണ്ടാവുക. പിന്നെ ഈ ഫാന് ടെമ്പറേച്ചർ അനുസരിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യം വരുന്നത്. ഇപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞത് വേറെ ഒന്നല്ല, റിമോട്ട് കിറ്റ് ആകുമ്പോൾ ഇപ്പൊ ഒരുപാട് പഴികളാണ് കേട്ടോണ്ടിരിക്കുന്നത്. റിമോട്ട് കിറ്റ് ചെയ്യണതിൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. നമ്മള് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ കാലത്തിനൊത്ത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ. നമ്മൾ പഴയ കാലം അത് അന്നത്തെ ടെക്നോളജിയാണ്. ഇന്നത്തെ ഇതിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അതിൽ തന്നെ നമുക്ക് നല്ല ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റും. നല്ല പോലെ പണി വരും, അതായത് ഓരോന്നിനും ഓരോ രീതിയിലുള്ള വർക്ക് കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഔട്ട്പുട്ട് ശരിക്കും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. യാതൊരു നിരാശപ്പെടുത്തേണ്ട രീതിയിൽ ഒരു ഇതും ഉണ്ടാവില്ല, നല്ല രീതിക്കുള്ള ഔട്ട്പുട്ട് തന്നെയുണ്ട്. അപ്പൊ അതിന് തന്നെ നമുക്കിനി ആംപ്ലിഫയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ മെയിൻ ട്രാൻസ്ഫോമർ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ടൊറോഡൽ ട്രാൻസ്ഫോമർ ആണ്. ഇതിന്റെ മുന്നത്തെ ആമ്പിൽ ഉണ്ടായിരുന്നതാണ് ഈ ട്രാൻസ്ഫോമർ. അപ്പോ ഇതിനകത്ത് 25 വോൾട്ട് 12 ആംപിയർ ആണ് ഇതിന്റെ മെയിൻ ടാപ്പിംഗ് ഉള്ളത്. അപ്പൊ അതാണ് നമ്മൾ ചാനലിലേക്ക് ഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കസ്റ്റമറിൽ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ കയ്യിൽ 2 3 വേ ഡൂഗിര് ലെഫ്റ്റ് റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന് മെയിനായിട്ട് കുറച്ച് വാട്ടേജ് കൂട്ടി ഒരു 100 വാട്ടിന് മുകളിലേക്ക് കിട്ടണമെന്നാണ് പുള്ളി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ 2 മോണോബോർഡാണ് കൂടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജാണ്. ഇത് നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് സ്റ്റീരിയോ ബോർഡായിരുന്നു, ഇതിന് നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് ഇപ്പൊ മോണോ ആക്കിയിരിക്കുകയാണ്. അങ്ങനെ 2 ചാനലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതില് 100 വാട്ട്സിന് മുകളിലേക്ക് എന്തായാലും ഔട്ട്പുട്ട് എടുക്കും. അപ്പൊ നമ്മളൊരു 2 ട്രാൻസ്ഫോമർ എടുക്കാൻ പറ്റുന്ന ഒരു പരിധി ഉണ്ട്. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതേപോലെ 4 ട്രാൻസ്ഫർ ഉള്ള പവർ ആമ്പ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഇതിനകത്ത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ വേറെ 2 പവർ ആമ്പാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ അതില് സറൗണ്ട് സെന്ററിന് ഇതിനകത്ത് ഉണ്ടായിരുന്ന പഴയ ബോർഡായിട്ട് എനിക്ക് കറക്റ്റ് മാച്ച് ആക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വർക്ക് കുറച്ചുകൂടി തള്ളിപ്പോയി. ശരിക്കും കസ്റ്റമർ പറഞ്ഞേക്കാളും ഒരാഴ്ച കൂടുതൽ നമുക്ക് ഇതിപ്പോ പണി വന്നു. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും മാച്ച് ആവുണ്ടായിരുന്നില്ല. പിന്നെ ഈ സർക്യൂട്ടിനെ ശരിക്കും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് നമ്മുടെ ശക്തിയുടെ സർക്യൂട്ട്. അപ്പൊ അതിന്റെ ബോർഡ് മേടിച്ച് നമ്മൾ ഓൾട്ടർ ചെയ്ത് ഇതിന് കറക്റ്റ് മാച്ച് ആക്കി അതേപോലെ തന്നെ ബ്രിഡ്ജും ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇതിനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹീറ്റ് സിങ്ക് നമ്മൾ ഒരു ഹീറ്റ് സിങ്കിനകത്ത് ആഡ് ആക്കിയതാണ്. കുറച്ച് ഹെവി ആയിട്ടുള്ള നമ്മൾ മോസറിനെ ഉപയോഗിക്കുന്ന ഹീറ്റ് സിങ്ക് ആണ് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ പെർ ചാനൽ നമുക്ക് 100 വാട്ട്സിന് മുകളിലേക്ക് ഔട്ട്പുട്ട് എടുക്കും. അങ്ങനെയാണ് നമ്മളിത് ലെഫ്റ്റും റൈറ്റും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് മുന്നുണ്ടായിരുന്ന ഒരു പവർ ആമ്പാണ് ഈ ഒരു ഐറ്റം.
അപ്പൊ അതിൽ നമ്മൾ 3 ചാനലാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ പവർ ആമ്പ് എനിക്ക് ഓൾട്ടർ ചെയ്യണ നേരത്തും ചെറിയൊരു അടി വീണു. അപ്പൊ അതില് ബോർഡ് കംപ്ലൈന്റ് ആയി. ഇപ്പൊ നമ്മള് ഇതിനകത്ത് വേറെ 5 ചാനൽ ഉണ്ടായിരുന്നൊരു ബോർഡായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു പീസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ഇതിനെ കയറ്റിയിരിക്കുന്നത്. പിന്നെ ഇതിപ്പോ കറക്റ്റ് മാച്ചിങ് ആണ്. അതേപോലെ തന്നെ ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്തിട്ടാണ് ഈ ഒരു ഐറ്റം നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓവർ ഹീറ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ക ഒരു മൈൽഡ് ആയിട്ടുള്ള ഹീറ്റും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ ഇതിൽ ഹീറ്റ് വരുന്നത് ഈ ബ്രിഡ്ജ് ചെയ്ത ആമ്പിൽ മാത്രമാണ് കുറച്ച് ഹീറ്റ് കയറി വരാം. മറിച്ച് ബാക്കി സബിന്റെ ബോർഡായാലും നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് സറൗണ്ട് ലെഫ്റ്റ് റൈറ്റും സെൻറ്റർ ആയാലും ഹീറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. പക്ക ഒരു മൈൽഡ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഒരു ഹീറ്റ് മാത്രമേ ഇതിനുണ്ടാവുള്ളൂ. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇതിനെ മോഡിഫൈ ചെയ്ത് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് മാക്സിമം 100 വാട്ട്സിന് താഴ്ത്തിയാണ് ഇതിന്റെ ഔട്ട്പുട്ട് വരാം. പിന്നെ നമ്മൾ ഇതിനകത്ത് സബ് വൂഫർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കുമാറിന്റെ ഫോർഫെറ്റ് പാരൽ മോണോ ബോർഡാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഡീഷണൽ ഒരു ട്രാൻസ്ഫോമർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ടൈപ്പ് 16 2 ഇഞ്ച് കോറിലാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫിൽട്ടർ സ്റ്റേജ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഇമ്രാനിക്സിന്റെ DSP റിമോട്ട് കിറ്റ് ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ അവരിപ്പോ പുതിയൊരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കാരണം തന്നെ കുറച്ചധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ കൂടെ പറയാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു അടിപൊളി ഓഡിയോ ഔട്ട്പുട്ട് തരുന്ന ഒരു കിറ്റ് തന്നെയാണ് ഇമ്രാനിക്സിന്റെ റിമോട്ട് കിറ്റ്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ ആണ് ഈ വരുന്നത്. വലിയൊരു ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മളൊരു ടെമ്പറേച്ചർ കൺട്രോൾ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ തന്നെ ബോർഡാണ്. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് സബിന്റെ ബോർഡിലേക്കാണ്. അപ്പൊ ഈ ബോർഡ് ഹീറ്റ് ആകുമ്പോഴാണ് ഇത് റൺ ചെയ്യുക. ഈ ഫാൻ വന്നിട്ട് നമുക്ക് ഫുൾ റണ്ണിങ്ങിൽ ഉണ്ടാവും. ഫുൾ ടൈം റൺ ചെയ്യുന്ന രീതിയിലാണ് ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മൾ നമ്മുടെ സബ് പ്രീ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ കുറച്ച് ഷാർപ്പായിട്ടുള്ള ഒരു ബേസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സ്മൂത്ത് അല്ല കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഡെപ്തിൽ ലോങ് ബാസ് ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ ഫിൽട്ടർ നമ്മൾ ട്യൂൺ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഫ്രീക്വൻസി കൺട്രോൾ എടുത്തിട്ടില്ല. ഫ്രീക്വൻസി നമ്മൾ ഇതിനകത്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. പിന്നെ നല്ല ഡെപ്തിൽ നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ സബ് വൂഫറിന്റെ ഔട്ട്പുട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സബിലായാലും ചാനലായാലും ആംപ്ലിഫയർ പോസ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആംപ്ലിഫയർ ശരിക്കും ഓൺ ആണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അത്രയും സൈലന്റ് ആയിട്ടാണ് ഈ ആംപ്ലിഫയർ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്കിതിൽ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ചെറിയൊരു ഓഡിയോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കേൾക്കാം. ഓഡിയോ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കൂട്ടുകാർ പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പൊ ഇതേപോലുള്ള ആംപ്ലിഫയറുകൾ നമ്മുടെ കൂട്ടുകാർക്ക് ചെയ്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ പഴയ ആംപ്ലിഫയറുകൾ നിങ്ങൾക്ക് റീവർക്ക് ചെയ്യാനോ അതേപോലെ സർവീസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ മാക്സിമം നമ്മുടെ കൂട്ടുകാർ വിളിക്കാൻ ശ്രമിക്കുക. കൂടുതലും മെസ്സേജും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പണിത്തിരക്കിലാണെങ്കിൽ നമ്മളങ്ങനെ റിപ്ലൈ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ ഏതൊരു വർക്കാണെങ്കിലും മാക്സിമം എവിടെ ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ ടെക്നീഷ്യൻ്റെ അടുത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ പറയാം. അതേപോലെയാണെന്ന് പറയാം. നമ്മൾ ജസ്റ്റ് ഒരു ഇത് കണ്ടിട്ട് ഇത്ര വാട്ടേജിൽ കിട്ടണം അങ്ങനെ പറയരുത്. മാക്സിമം നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതേപോലെ പറയാം. എനിക്ക് ഇന്ന പോലെയാണ് വേണ്ടത്, ഇന്ന പോലെ വർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ അങ്ങനെയാണ് വർക്ക് എടുക്കുന്നത്. ഓരോരുത്തരുടെ അടുത്തും കൃത്യമായി ചോദിക്കും എങ്ങനെയാണ് വേണ്ടത്, ഏത് രീതിയിലാണ് ഔട്ട്പുട്ട് കൊണ്ടുവരേണ്ടത്. അപ്പൊ ഇതൊക്കെ ചോദിച്ചു തന്നെയാണ്. അതേപോലെ തന്നെ വീടിന്റെ അല്ലെങ്കിൽ വെക്കണ സ്ഥലത്തിന്റെ ഏരിയ, ഹാള്, ഇതിന്റെ ഒക്കെ ഇത് കണ്ടിട്ടാണ് നമ്മളിവിടെ ആമ്പുകൾ ഡിസൈൻ ചെയ്യണതും അതിനനുസരിച്ച് ബോർഡുകളൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഔട്ട്പുട്ട് നല്ല രീതിക്ക് തന്നെ മാറി പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ഓഡിയോ ടെസ്റ്റിലേക്ക് പോവാം. നോയ്സ്, ഹമ്മ് ഇങ്ങനെ യാതൊരു ഇഷ്യൂസ് ഉണ്ടാവില്ല. പക്കാ സൈലന്റ് ആകുമ്പോൾ
Stay. So tell me what you want, tell me how you wanna, tell me all the reasons that you're running away. I don't think you're here to stay. No, I don't think you're here to stay. No, no, no. I just wanna be with you. I just wanna be with you. Yeah. I just wanna be with you. 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 But I don't believe a word you say, 'cause I don't think you're here to stay. No, I don't think you're here to stay. So tell me what you want, tell me how you wanna, tell me all the reasons that you're running away. I don't think you're here to stay. No, I don't think you're here to stay. No, no, no. I just wanna be with you. I just wanna be with you. Yeah. I just wanna be with you. I just wanna be. I just wanna be with you. I just wanna be with you. Yeah. I just wanna be with you. I just wanna be with you. I just wanna dance all night, get more problems I might always say. I don't really give a damn what they say. And now you know it. I feel like you're lying, trying to be real, but you see something. I'm so trying to move on, but you're in my way. I'm so trying to move on, but you're in my way. I just wanna be with you. I just wanna be with you. Yeah. I just wanna be with you. Yeah. I just wanna be with you. I just wanna be with you. I just wanna be with you. Yeah. I just wanna be with you. Yeah. I just wanna be with you. I just wanna dance all night, get more problems I might always say. I don't really give a damn what they say. And now you know it. I just wanna be with you. I just wanna be with you. Yeah. I just wanna be with you. Yeah. I just wanna be with you. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, 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 yo, go, go, go. Hustle hard, hustle every single day. I'll be making moves till I'm buried in my grave. To the system, I don't wanna be a slave. I've been doing shit my way, on the highway, and on the driveway. It's a nice range, 'cause I grind through the climb, I invite pain. You never hear me, bitch, nah, I don't complain. Just gotta flip the switch and you can go and obtain anything you want, anything. It's got the key ingredient, it's belief. They deceive with the negativity, but
go.